ആദ്യം നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ എടുക്കുക. അതിനകത്ത് നമ്മൾ സെർച്ച് ബട്ടണിൽ lsg.election.kerala.government.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ വെബ്സൈറ്റിലേക്ക് പോകും. അത് താഴേക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കാണാം. നെയിം ഇൻക്ലൂഷൻ, കറക്ഷൻസ്, ട്രാൻസ്പോസിഷൻ, സ്റ്റാറ്റസ്, സെർച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ഇതൊക്കെ കാണാം. പിന്നെ ഓൺലൈൻ അഡീഷൻ ഫോർ പ്രവാസി വോട്ടേഴ്സിൻ്റെയും നെയിം ഇൻക്ലൂഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലാദ്യമായി നമ്മൾ നെയിം ഇൻക്ലൂഷൻ എന്ന് സെലക്ട് ചെയ്യുന്നത് പുതിയ ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിന് വേണ്ടിയിട്ടാണ്. കറക്ഷൻസ് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതാണ് കറക്ഷൻസ്. ട്രാൻസ്പോസിഷൻ വേറെ വേറെ ഏതെങ്കിലും വാർഡിൽ നിന്നോ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്നോ സംസ്ഥാനത്തു നിന്നോ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നോ മാറി താമസിക്കുന്ന ആളുകൾക്ക് ട്രാൻസ്പോസിഷൻ. നമ്മൾ കൊടുത്ത അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്ത് ആണെന്ന് നോക്കാൻ വേണ്ടിയിരുന്ന സ്റ്റാറ്റസ്. മറ്റൊന്ന് സെർച്ച് വോട്ടർ. ഇപ്പോൾ ID കാർഡ് ഉള്ളവർക്ക് ചിലപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ID കാർഡ് നമ്പറും പേരും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് എവിടെയാണെന്നുള്ളത് ഇതിൽ കാണിച്ചു തരും. മറ്റൊന്ന് വോട്ടേഴ്സ് ലിസ്റ്റ്. നമ്മുടെ വാർഡിലെ ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടും. അത് നമുക്കാദ്യം നെയിം ഇൻക്ലൂഷൻ എന്ന ഇതിലേക്ക് പോവാം. നെയിം ഇൻക്ലൂഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നെയിം ഇൻക്ലൂഷനിൽ അടിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ ജില്ല അടിച്ചു കൊടുക്കണം, തൃശ്ശൂർ. ലോക്കൽ ബോഡി, എൻ്റെ ലോക്കൽ ബോഡി പുതുക്കാടാണ്. അപ്പോൾ അത് നമ്മൾ പുതുക്കാട് ഇതിൽ നിന്ന് ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്യണം. പുതുക്കാട് സെലക്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മുടെ വാർഡ്, ഏത് വാർഡാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വാർഡ് 14-ാം വാർഡാണ്. 14 തെക്കേ തുറവ് അടിച്ചു കൊടുത്തു. പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം. സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ 1-ാം ബൂത്താണ് നമ്മുടെ, അതടിച്ചു കൊടുത്തു. അടുത്ത ചോദ്യം, ഡു യു ഹാവ് യുവർ നെയിം ഇൻക്ലൂഡഡ് ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ്? ഏതെങ്കിലും പ്രദേശത്ത് നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻപ് കാണിച്ച സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഉൾപ്പെട്ടിട്ടില്ല എന്നാണെങ്കിൽ നോ അടിച്ചു കൊടുക്കുക. അടുത്തത് നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരായിട്ടുള്ള ആരുടെയെങ്കിലോ നൈബർ ഇൻക്ലൂഡഡ് ആരുടെയെങ്കിലോ സീരിയൽ നമ്പർ, അതായത് വോട്ടർ പട്ടികയിലുള്ള സീരിയൽ നമ്പർ അടിച്ച് കൊടുക്കണം. ഉദാഹരണത്തിനായി എൻ്റെ സീരിയൽ നമ്പർ 464 അപ്പോൾ 464 അടിച്ചു കൊടുത്തു. നിയർ ബൈ വോട്ടർ ടൈപ്പ്. അപ്പോൾ ഈ സീരിയൽ നമ്പർ ആരുടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫാമിലി മെമ്പർ എന്നാണ് അടിച്ചു കൊടുക്കുക. ഇനി അപേക്ഷകൻ്റെ പേര്, എൻ്റെ വൈഫിൻ്റെ പേര് അടിച്ചു കൊടുക്കാം. VI പേരടിച്ചു കൊടുത്തു. ഇനി ആ പേര് തന്നെ നമുക്ക് മലയാളത്തിൽ അടിച്ചു കൊടുക്കണം. VI എന്ന് മലയാളത്തിൽ അടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ജെൻഡർ ഫീമെയിൽ കൊടുത്തു. ഹൗസ് നമ്പർ കൊടുക്കണം. അത് കഴിഞ്ഞ് ഹൗസ് നെയിം കൊടുക്കണം. ഇനി ഹൗസ് നെയിം മലയാളത്തിലും കൊടുക്കണം. അഴീക്കൽ വീട്.
അത് കഴിഞ്ഞാൽ ലൊക്കാലിറ്റി നമ്മുടെ ദേശമാണ് ചോദിക്കുന്നത്, അത് അടിച്ചു കൊടുക്കാം. അത് തന്നെ മലയാളത്തിൽ അടിച്ചു കൊടുക്കണം. തെക്കേ തുറവ് അത് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കണം. പോസ്റ്റ് ഓഫീസ് മലയാളത്തിൽ അടിച്ചു കൊടുക്കണം. ഓക്കെ, അടിച്ചു കൊടുക്കണം. പിൻകോഡ് അടിച്ചു കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇനി ചോദിക്കുന്നത് നമ്മൾ താമസിക്കുന്ന കാലയളവാണ് ചോദിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതായി കാണിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ പിൻകോഡിൻ്റെ സമീപത്തൊരു റെഡ് സ്റ്റാർ കാണാം. ആ റെഡ് സ്റ്റാർ ഇട്ടതാണ് നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ട കോളം. ഇതൊന്നും നിർബന്ധമായി ഫില്ല് ചെയ്യണമെന്നില്ല. ഇയർ, മന്ത്, ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമായി ഫില്ല് ചെയ്യണം എന്ന് ഇതിൽ പറയുന്നില്ല. എന്നാലും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു. ഏജ് വേണമെന്നില്ല, കൊടുക്കണമെന്നില്ല ഏജ്. ഇനി ഗാർഡിയൻ്റെ പേര് അടിച്ചു കൊടുക്കണം. എൻ്റെ പേര് ഗാർഡിയൻ്റെ മലയാളത്തിലും ആ പേര് അടിച്ച് കൊടുക്കണം. അതൊന്ന്. ഇനി റിലേഷൻഷിപ്പ് വിത്ത് അപ്ലിക്കൻ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഗാർഡിയൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആ ഗാർഡിയനും അപ്ലിക്കൻറ്റും അപേക്ഷകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടിച്ചു കൊടുക്കണം. താലൂക്ക് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം. മൊബൈൽ നമ്പർ നിർബന്ധമില്ല, എന്നാലും വേണമെങ്കിൽ നമുക്ക് അടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് ഈ ക്യാപ്ച കോഡാണ്. ക്യാപ്ച കോഡ് അതിൽ എഴുതിയിട്ടുള്ള പോലെ തന്നെ ഈ കോളത്തിനകത്ത് അടിച്ചു കൊടുക്കണം. അത് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു കോളത്തിന് പോയി. ഇതാണിപ്പോൾ നമ്മുടെ ഓൺലൈൻ വോട്ടർ അപ്ലിക്കൻ്റ് പ്രിൻ്റ് റിക്വസ്റ്റ്. പ്ലീസ് നോട്ട് യുവർ അപ്ലിക്കൻ്റ് ഐ ഡി ഫോർ ഫർദർ റെഫറൻസ്. ഇതാണ് അപ്ലിക്കേഷൻ ഐ ഡി. ഇത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഐ ഡി നമ്മൾ എഴുതി വച്ചിരിക്കണം. ഹിയറിംഗ് ഡേറ്റ് 10/2/2020 10:30 AM ഹിയറിംഗ് ഡേറ്റ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രകാരം തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായി നമ്മളതിനകത്ത് പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ അതായത് തദ്ദേശ സ്ഥാപനത്തിലാണ് ഹിയറിംഗ് ഉണ്ടാവുക. ആ ഹിയറിംഗ് ഡേറ്റിനകത്ത് അതിനകത്ത് പങ്കെടുക്കണം. ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫോട്ടോ നമ്മൾ കൊണ്ടുപോയാൽ മതി. പ്രിൻ്റ് ഹിയറിംഗ്, ഈ ഹിയറിംഗ് അപേക്ഷയുടെ പ്രിൻ്റ് നമുക്ക് ഇതിലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടും. അതെ, ഇപ്പോൾ ഇതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള താങ്കളുടെ അവകാശവാദം പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് 10/2/2020 10:30 AM സമയത്ത് നേരിൽ കേൾക്കുന്നതാണ് എഴുതിയിട്ടുണ്ട്.